വലിയൊരു ആഘോഷത്തിൻ്റെ മേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെപ്പറ്റിയും ഇതിൻ്റെ സംവിധാനത്തെപ്പറ്റിയും രഞ്ജിത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയതായിട്ടൊന്നും പറയാനില്ല. ഞാൻ ഈ സിനിമ ചെയ്തതിന് ശേഷം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ സിനിമകൾ ചെയ്യുന്നത് പുറത്തുള്ള സിനിമകളാണ്. തെലുങ്കും തമിഴും ഹിന്ദിയൊക്കെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു മാസം മുമ്പ് ചിരഞ്ജീവി സാറിൻ്റെ ഒരു പ്രൊഡക്ഷനുമായിട്ട് അതിൻ്റെ ഡയറക്ടറായിട്ട് ഡിസ്കഷന് പോയിരുന്നു. ചിരഞ്ജീവി സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ മലയാളത്തിലൊരു സിനിമ കണ്ടു, അത് ഞാൻ 10 പ്രാവശ്യം കണ്ടു, അതിൽ ഗംഭീരമായിട്ട് ഉള്ള അഭിനയം, നമുക്ക് ആ ലുക്കാണ് വേണ്ടത് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ചിരഞ്ജീവി സാറിൻ്റെ കുറേ പടങ്ങൾ എന്നെ കാണിച്ചു തന്നു. ആ കാണിച്ചു തന്ന പടത്തിലെല്ലാം പുള്ളിയുടെ പഴയ സ്റ്റൈലുകളാണുള്ളത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല, പുതിയൊരു ലുക്ക് കൊണ്ടുവരണം. അത് മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങിയൊരു പടമുണ്ട്, ആ പടത്തിൻ്റെ പേര് വളരെ പ്രയാസപ്പെട്ട അയാൾ അദ്ദേഹം പറഞ്ഞു, തുടരുമെന്ന്. അതിൽ മോഹൻലാൽ സാറിൻ്റെ ആ ഗെറ്റപ്പാണ് നമുക്ക് വേണ്ടത്, ഇത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അത് നമുക്ക് അതിൻ്റെ സ്കെച്ചൊക്കെ ഞാൻ കൊടുത്തു, അത് അപ്രൂവലായി. 10 പ്രാവശ്യം ആ പടം കണ്ടവരാണ് അവർ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന ഓരോ സിനിമയും മഞ്ഞുമ്മൽ ബോയ്സ് ഉൾപ്പെടെ ഉള്ള പടങ്ങൾ 10ഉം 15ഉം പ്രാവശ്യം കണ്ടിട്ട് അതിൻ്റെ ഡയറക്ടറും അങ്ങനത്തെ ഒരു കഥയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമകൾ ഉറ്റുനോക്കുന്ന ഒരുപാട് പേര് തമിഴിലും തെലുങ്കിലും എല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം സിനിമകളിൽ വലിയ ആഘോഷത്തോടെ വിജയിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ അഭിമാനമാണ്. എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ലാൽ സാറ് ഹീറോ ആയിട്ടുള്ള പടത്തിലാണ്. 1 മുതൽ 0 വരെ നവോദയ പ്രൊഡ്യൂസ് ചെയ്തത്. ആ പടത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ആ സിനിമയിലൂടെ കടന്ന് ഏകദേശം 90കളിൽ ആണ് ഞാൻ ഈ രഞ്ജിത്തിനെ പരിചയപ്പെടുന്നത്. ഞങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. ഞാൻ ആ സിനിമേൻ്റെ മേക്കപ്പ് മാനാണ്, പക്ഷെ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഞാനത് മാമുക്കോയുടെ ഒരു കഥാപ്രസംഗ സീനിൽ രഞ്ജിത്ത് ഹാർമോണിസ്റ്റും ഞാൻ തബലിസ്റ്റുമായിട്ട് അഭിനയിക്കുന്നു. അന്ന് ചിരിച്ച ചിരിയാണ് മുഖത്ത് ഇന്നും രഞ്ജിത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്നും രഞ്ജിത്ത് ഉണ്ടാവും. ഞങ്ങളിങ്ങനെ ഒരു സിനിമ ആ ഘട്ടത്തിൽ പ്ലാൻ ചെയ്തു. രഞ്ജിത്ത് പറഞ്ഞ് നമുക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഞാൻ നീട്ടുന്നില്ല, നിരവധി പ്രാവശ്യം ഈ ദർബാർ ഹാളിൻ്റെ പുൽത്തകടിയിൽ കിടന്ന സിനിമ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്കൊരു രൂപം കൊടുത്തു. ആ സിനിമയുടെ നടന്മാരെ നടികളെയൊക്കെ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഇടയിൽ ഇതിനൊരു രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു പേര് വേണമെന്ന് പറഞ്ഞു. ആ പേര് പല ആംഗിളുകളിലൂടെ ആലോചിച്ചപ്പോൾ പേര് കൃത്യമായി കിട്ടിയില്ല. പക്ഷെ ഒരു ദിവസം സ്വപ്നത്തിൽ എനിക്ക് ആ പേര് കിട്ടി. വലിയൊരു യുദ്ധം നടക്കുന്ന ഒരു യുദ്ധഭൂമിയിൽ നിന്നും ആ പേരെനിക്ക് വന്നു. രാത്രിയിൽ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ആ പേര് മറന്നുപോയി. ഞാൻ പിന്നെ ഈ സ്വപ്നം കണ്ട പേര് അന്വേഷിച്ച് വീണ്ടും അതേ സ്വപ്നം തന്നെ മറ്റൊരു ദിവസം കാണാനിടയായി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. അപ്പം തന്നെ എഴുന്നേറ്റ് ഇരുന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു രജപുത്ര എന്ന്. അതാണ് ഈ രജപുത്ര ഫിലിംസ് എന്നുള്ള ആ പേരെനിക്ക് ഇടാൻ കഴിഞ്ഞെന്നും എൻ്റെ പേരിനോടൊപ്പം തന്നെ ആ പേര് ചേർത്ത് വെക്കാൻ പറ്റിയതും എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഈ മുഹൂർത്തത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. രഞ്ജിത്തിനും വലിയ സന്തോഷം, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു. താങ്ക് യു റഷീദ്. രഞ്ജിത്ത് ചേട്ടൻ പറഞ്ഞിരുന്നു രജപുത്ര എന്നുള്ള പേര് റഷീദ്ക്കാണ് പറഞ്ഞു തന്നത്, അതിവിടെ പറയണമെന്ന് പറഞ്ഞിരുന്നു. റഷീദ് അതിന് മുമ്പ് പറഞ്ഞു കളഞ്ഞ് പോട്ടെ. റഷീദ്ക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കണമെന്ന് അകത്തുനിന്ന് ഒരു കൂട്ടരെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡിക്സൺ ചേട്ടൻ, സമീറ സനീഷ്, ആ ഡയറക്ടർ ഗോകുൽദാസ്. ഗോകുലേട്ടൻ എന്തായാലും ഒരു 2 വാക്ക് സംസാരിക്കണം, കാരണം ഗോകുലേട്ടനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഏതാണ്ടൊരു 10-12 വർഷം ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ അത്രയായിട്ടുണ്ട് ഈ കഥ. സുനിൽ പറയുമ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നത് ലാൽ സാറിനെ വെച്ച് ചെയ്യാൻ ഒരു വലിയ സിനിമ. അപ്പോൾ ഞാനൊരു തുടക്കക്കാരനാണ്. അപ്പോൾ വേണ്ട സുനിലെ, അത് മറ്റൊരാളിലേക്ക് പോവാം, കുറച്ചുകൂടി പരിചയമുള്ള ഒരാളിലേക്ക് അത് പോവാം എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് മാറിയതാണ്. ഞാൻ ആദ്യം ലാൽ സാറുമായിട്ടൊക്കെ ഇത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് മാറി ഞാൻ എൻ്റെ മേഖലയിൽ തന്നെ ഞാൻ സജീവമാവുമായിരുന്നു.
എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ആരും ആർട്ട് ഡയറക്ഷനെ പറ്റി കുറ്റം പറഞ്ഞതൊന്നും കേട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആർട്ട് വർക്കാന്ന് തോന്നിയിട്ടില്ലായിരിക്കും. എന്നെ പറ്റി അങ്ങനെ പറയാൻ ഞാൻ തന്നെ പറയാൻ പാടില്ല. താങ്ക് യു. എന്തായാലും ഗംഭീരം. എല്ലാവരോടും നന്ദി. ലാൽ സാർ, തരുൺ, സുനിൽ, രഞ്ജിത്തേട്ടാ, ചിപ്പി ചേച്ചി, അവന്തിക, എല്ലാവരോടും നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.